ചാപ്റ്റർ 10 വേവ് ഒപ്റ്റിക്സ്. നമ്മൾ ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ഫിസിക്സിൻ്റെ ഒരു ബ്രാഞ്ച് ആരംഭിച്ചപ്പോൾ നമ്മൾ 3 സബ് ഡിവിഷൻസ് പറയേണ്ടായി ഒപ്റ്റിക്സിന്. അതിലൊന്നാമത്തെ റേ ഒപ്റ്റിക്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. രണ്ടാമത്തെ വേവ് ഒപ്റ്റിക്സ് ആണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. റേ ഒപ്റ്റിക്സ് കുറച്ചുകൂടെ മനസ്സിലാക്കാനും പറഞ്ഞ് ഫലിപ്പിക്കാനും എളുപ്പമുള്ളൊരു ചാപ്റ്റർ ആണെങ്കിൽ വേവ് ഒപ്റ്റിക്സ് മനസ്സിലാക്കാനും ബുദ്ധിമുട്ടാണ്, അത് പറഞ്ഞ് ഫലിപ്പിക്കാനും ബുദ്ധിമുട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം ശ്രവിച്ചാൽ കണ്ടിരുന്നാൽ മാത്രമേ ഈ ചാപ്റ്റർ മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്കിനി നേരിട്ട് ചാപ്റ്ററിലേക്ക് പ്രവേശിക്കാം. ഡച്ച് ഫിസിസിസ്റ്റായ ക്രിസ്റ്റീൻ ഹൈജീൻസ് ആണ് വേവ് ഒപ്റ്റിക്സിൻ്റെ പിതാവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അദ്ദേഹം അവതരിപ്പിച്ച വേവ് തിയറിയാണ്, ആ പേരിൽ നിന്ന് തന്നെയാണ് വേവ് ഒപ്റ്റിക്സിൻ്റെ ജനനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. റേ ഒപ്റ്റിക്സിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട പോലെ കുറച്ചുകൂടെ ക്വാണ്ടിറ്റേറ്റീവ് ട്രീറ്റ്മെൻ്റ് ആയിരുന്നു റേ ഒപ്റ്റിക്സിൽ നടന്നിരുന്നത്. അതിൽ കുറച്ച് ലൈറ്റ് ഫിനോമിനാസ് ആയിട്ടുള്ള റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ തുടങ്ങിയ പ്രതിഭാസങ്ങളൊക്കെ റേ ഒപ്റ്റിക്സ് വെച്ച് പറയാൻ സാധിച്ചുവെങ്കിലും, കോർപ്പസുലാർ തിയറി വെച്ച് പറയാൻ സാധിച്ചുവെങ്കിലും കോംപ്ലിക്കേറ്റഡ് ഫിനോമിനാസ് ആയിട്ടുള്ള ഡൈഫ്രാക്ഷൻ, ഇൻ്റർഫറൻസ്, പോളറൈസേഷൻ തുടങ്ങിയ ചില പ്രതിഭാസങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ റേ ഒപ്റ്റിക്സ് പരാജയപ്പെട്ടു. അവിടെയാണ് നമ്മുടെ ക്രിസ്റ്റീൻ ഹൈജീൻസിൻ്റെ വേവ് തിയറിയുടെ പ്രാധാന്യം. അക്കോർഡിംഗ് ടു ഹിം, ലൈറ്റ് ഈസ് പ്രൊപ്പഗേറ്റഡ് ഇൻ ദ ഫോം ഓഫ് വേവ്സ്. അവിടെ പാക്കറ്റ്സ് ഓഫ് എനർജി എന്ന് പറയുന്ന ഒരു ടേമിലാണ് നമ്മൾ പലപ്പോഴും ഒപ്റ്റിക്സിലെ ലൈറ്റിനെ പ്രതിഫലിപ്പിക്കാറ്. പക്ഷേ ഇദ്ദേഹം പറയുന്നത് വേവിൻ്റെ ഫോർമാറ്റിലായിട്ടാണത്രേ ലൈറ്റ് മുന്നോട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഇദ്ദേഹത്തിൻ്റെ 1678 ഇദ്ദേഹത്തിൻ്റെ ഈ കണ്ടുപിടുത്തത്തിനെ പിന്നീട് തോമസ് യങ്ങിൻ്റെ ഇൻ്റർഫറൻസ് എക്സ്പെരിമെൻറ്റ്സ് പ്രൂവ് ചെയ്തു. അതുപോലെ തന്നെ ഫ്രെസ്നൽ അദ്ദേഹത്തിൻ്റെ ഡൈഫ്രാക്ഷൻ എക്സ്പെരിമെൻറ്റ്സുമായി ബന്ധപ്പെട്ട് കുറച്ച് പരീക്ഷണങ്ങൾ നടത്തിയതിലൂടെ ഫ്രെസ്നലും ഇദ്ദേഹത്തിൻ്റെ തിയറിയെ സപ്പോർട്ട് ചെയ്തു. ഇനി എന്താണ് വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത്? നമ്മൾ വെറുതെ വളരെ കാം ആൻഡ് ക്വൈറ്റായി കിടക്കുന്ന ഒരു കുളത്തിലേക്ക് ഒരു കല്ലെടുത്തിട്ടെന്ന് വിചാരിക്കും, എന്ത് സംഭവിക്കും? അതിൽ സ്വാഭാവികമായും റിപ്പിൾസ് ആൻഡ് റിഫ്ലക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇതാ അവിടെ ഞാനൊരു കുളത്തിൽ കല്ലിട്ടതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന റിപ്പിൾസ് ഞാനിവിടെ ബ്ലൂ കളറിൽ വരച്ച് വെച്ചിട്ടുണ്ട്. നോക്കുക, സെൻറ്ററിലാണ് കല്ല് വീണത്, ആ ഭാഗത്താണ് ഒരു തുള്ളി വെള്ളം മുകൾ ഭാഗത്തേക്ക് പൊന്തി നിൽക്കുന്നത്. അതിന് ചുറ്റിനും സർക്കുലാർ ഫോർമാറ്റിൽ ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് കണ്ടല്ലോ അല്ലേ? ഇത് മൂവ് ചെയ്യുകയാണെന്ന് ആലോചിച്ച് നോക്കൂ. ആ സെൻറ്ററിൽ നിന്ന് ആ ഡിസ്റ്റർബൻസ് കുളത്തിൻ്റെ കരയിലേക്ക് വ്യാപിച്ചു കൊണ്ടേയിരിക്കും. ഇതുപോലെയാണെന്ന് പറയണത് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്. ഒന്ന് വായിച്ച് നോക്കാം. അക്കോർഡിംഗ് ടു വേവ് തിയറി, എ ലൈറ്റ് സോഴ്സ് ആക്ട്സ് ആസ് എ സോഴ്സ് ഓഫ് ഡിസ്റ്റർബൻസ്. ഇവിടെ സോഴ്സ് ഓഫ് ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത് ഈ കുളത്തിൽ വീണ കല്ലാണ്. അതേപോലെയാണെന്ന് പറയണു വേവ് ഫ്രണ്ട് സ്റ്റാർട്ടിങ് അഥവാ വേവ് ഫ്രണ്ട് ഫോം ചെയ്യുന്നത്. Waves starts to spread out from the source. It is just like ripples on a water surface expanding in circles from the point of impact when a stone is dropped in still water. At any instant of time, all the particles on the circular ring will be in the same state of vibration. ശ്രദ്ധിച്ച് വായിക്കണം ആ സെൻറ്റൻസ് കേട്ടോ. അതായത് ഇവിടെ നമ്മൾ വെള്ളത്തിൽ വീണ ഈ കല്ലിൻ്റെ സമയത്ത് ഞാനിവിടെ കൈ ഓടിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉൾഭാഗത്തുള്ള ഈ മഞ്ഞ നിറത്തിൽ കാണപ്പെടുന്ന ഭാഗത്ത് എല്ലായിടത്തെയും വെള്ളത്തിന് ഒരേ സ്റ്റേറ്റ് ഓഫ് വൈബ്രേഷൻ ആവുമെന്നാണ് പറയുന്നത്. ഒരേ സ്റ്റേറ്റിലായിരിക്കും അവ നിലനിൽക്കുന്നുണ്ടാവും. ഒന്നുകൂടെ വായിച്ച് നോക്കുക. അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം ഓൾ ദ പാർട്ടിക്കിൾസ് ഓൺ ദ സർക്കുലർ റിംഗ് വിൽ ബി ഇൻ ദ സ്റ്റേറ്റ് ഓഫ് വൈബ്രേഷൻ. സിൻസ് ദീസ് പാർട്ടിക്കിൾസ് ആർ അറ്റ് ഈക്വൽ ഡിസ്റ്റൻസ് ഫ്രം ദ സോഴ്സ്, ആ സെൻറ്ററിൽ നിന്ന് ഒരു കൃത്യം ഡിസ്റ്റൻസ് ദൂരെയായിരിക്കും ഈ സർക്കിൾ, കാരണം റേഡിയസ് എല്ലായിടത്തും ഈക്വൽ ആയിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ സർക്കിളിൽ എല്ലാ പാർട്ടിക്കിൾക്കും ഒരേ സ്റ്റേറ്റ് ഓഫ് വൈബ്രേഷനാണ്. അങ്ങനെയുള്ള ആ സർക്കുലർ പാത്തിലെ എല്ലാ പാർട്ടിക്കിൾസിനും ഒരുമിച്ച് ചേർന്നാൽ നമുക്ക് പറയാം വേവ് ഫ്രണ്ട് എന്ന് പറയാം. സച്ച് എ ലോക്കസ് ഓഫ് പാർട്ടിക്കിൾസ് ഈസ് കോൾഡ് എ വേവ് ഫ്രണ്ട്. അതിനെയാണ് നമ്മൾ വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കേസ് നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ
ഇപ്പം എൻ്റെ ശബ്ദം അത് എൻ്റെ വായിൽ നിന്നാണ് ഈ ശബ്ദം പുറപ്പെടുന്നത്. അപ്പോൾ എൻ്റെ മൗത്താണ് വേണമെങ്കിൽ നമുക്ക് സൗണ്ടിൻ്റെ സോഴ്സ് എന്ന് പറയാം. ഇവിടെ നിന്ന് സൗണ്ട് വേവ് നിങ്ങളിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, ഇവിടെ സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ സൗണ്ട് ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആയതുകൊണ്ട് ഒരു മാധ്യമത്തിൻ്റെ സഹായം ആവശ്യമുണ്ട്. ഇപ്പോൾ ലൈറ്റ് ആണെങ്കിൽ ട്രാൻസ്വേഴ്സ് വേവ് ആയതുകൊണ്ട് ഒരു മാധ്യമത്തിൻ്റെ സഹായം ആവശ്യമില്ല. അപ്പോൾ ആ ഒരു സ്പെറിക്കൽ വേവ് ഫ്രണ്ട് ആയിട്ടാണ് നിങ്ങളിലേക്ക് ശബ്ദം, അഥവാ ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്ന എൻ്റെ മൊബൈൽ ഫോണിൻ്റെ മൈക്കിലേക്ക് ഇത് എത്തിച്ചേരുന്നത്. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇതാണ്. വേവ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ 3 തരം വേവ് ഫ്രണ്ടാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. നമ്മൾ തൊട്ട് മുൻപ് കണ്ട എക്സാമ്പിളിൽ ഒരു വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു കുളത്തിലേക്ക് ഒരു കല്ലിട്ട് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാക്കപ്പെടുന്ന റിപ്പിൾസ്, അവിടെ ഉണ്ടാക്കപ്പെടുന്ന വേവ് ഫ്രണ്ട് സർക്കുലർ ഫോർമാറ്റിലായിരുന്നു. അത് നമ്മളൊരു പ്ലെയിനിൽ നടക്കുന്ന കാര്യമാണ് നമ്മൾ പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു 3 ഡൈമെൻഷനാണ് നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള മേഖല. അങ്ങനെയാണെങ്കിൽ നമ്മൾ 3 തരം വേവ് ഫ്രണ്ട് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഒന്ന് സ്പെറിക്കൽ വേവ് ഫ്രണ്ടാണ്, 2 സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ടാണ്, 3 പ്ലെയിൻ വേവ് ഫ്രണ്ടാണ്. ഒന്നാമത്തെ സ്പെറിക്കൽ വേവ് ഫ്രണ്ട്. സ്പെറിക്കൽ വേവ് ഫ്രണ്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. സോഴ്സ് എന്ന് പറയുന്നത് ലൈറ്റിൻ്റെ സോഴ്സാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. സൗണ്ടിൻ്റെ ആയാലും കുഴപ്പമൊന്നുമില്ല. സോഴ്സ് വളരെ നിയർ ബൈ ആണെങ്കിൽ, ഇപ്പോൾ നമ്മൾ കാണുന്ന ലൈറ്റ് നമുക്ക് വളരെ സമീപത്ത് കാണുന്ന ഒരു ലൈറ്റ് ആണെങ്കിൽ നമ്മുടെ കണ്ണിൽ അതിൻ്റെ പ്രകാശം വന്ന് പതിക്കുന്നത് സ്പെറിക്കൽ വേവ് ഫ്രണ്ടിൻ്റെ ഫോർമാറ്റിലായിരിക്കും. നോക്കൂ, ഇതാണ് O എന്ന് പറയുന്ന മധ്യഭാഗത്ത് കാണുന്നതാണ് പോയിൻ്റ് സോഴ്സ്. അവിടെ നിന്ന് ഒരു ലൈറ്റ് റേ ഇവിടേക്ക് വരുന്നു, ഒരു ലൈറ്റ് റേ ഓപ്പോസിറ്റ് പോകുന്നു, അങ്ങനെ വ്യത്യസ്ത ഭാഗത്ത് ഈ ലൈറ്റ് റേ പോകുന്നു ഞാൻ കാണപ്പെടുന്നുണ്ട്. ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ ലൈറ്റ് റേ നിൽക്കുന്ന സ്ഥലത്ത് അതിൽ നമ്മൾ പോസ് ചെയ്ത് നിർത്തുക. അതിനൊക്കെ ഉൾപ്പെടുന്ന നമ്മളൊരു ലൈൻ വരയ്ക്കുക. ഞാനിവിടെ ലൈൻ വരയ്ക്കുമ്പോൾ സർക്കുലർ പോലെ തോന്നുമെങ്കിലും ശരിക്കും അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് സ്പെറിക്കലാണ്. ഒരു ഉദാഹരണത്തിന് ഒരു റബ്ബർ ബോൾ എടുക്കുക. റബ്ബർ ബോളുമേ ഒരു ചൂലെടുത്തിട്ട് ചൂലിനെ ഈക്വൽ ലെങ്ത്തിൽ എല്ലാ ഇറുക്കിലിനും ഒരേ ലെങ്ത്തിൽ മുറിക്കുക. അതായത് എല്ലാ ഇറുക്കിലേക്കും ഒരേ നീളം ഉണ്ടാവണം എന്നർത്ഥം. എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള ഈ റബ്ബർ ബോളുമേ ഓരോ ഇറുക്കിലായിട്ട് നമ്മൾ കുത്തിയിറക്കി വയ്ക്കുക. ഈ റബ്ബർ ബോളാണ് ലൈറ്റിൻ്റെ സോഴ്സ് എന്ന് സങ്കല്പിക്കൂ. ഓരോ ഇറുക്കിലും ഓരോ ലൈറ്റ് റേയുമായി സങ്കല്പിക്കാം. ഓക്കെ, ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ ലൈറ്റ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ് ആ ഇറുക്കിലിയുടെ എൻഡ് പോയിൻ്റ് എന്ന് സങ്കല്പിക്കും. അതിൻ്റെ മുകൾ ഭാഗത്തൊരു പേപ്പർ പൊതിഞ്ഞാൽ എന്ത് ഷേപ്പായിരിക്കും? അതിന് സ്പെറിക്കലായിരിക്കും. അപ്പോൾ സോഴ്സ് നിയർ ബൈ ആണെങ്കിൽ വേവ് ഫ്രണ്ടിൻ്റെ ഷേപ്പ് സ്പെറിക്കലാവും എന്ന് നമുക്ക് മനസ്സിലായി. 2 സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ടാണ് അടുത്ത് പറയാനുള്ളത്. സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത് ഒരു സോഴ്സ് ലീനിയർ ആണെങ്കിൽ, ലെങ്ത് ഉള്ള ഒരു സോഴ്സ് ആണെങ്കിലാണ് നമുക്ക് സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട് ആയിരിക്കും. ഉദാഹരണം നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ട്യൂബ് ലൈറ്റ് ഒരു എക്സാമ്പിളായിട്ട് വേണമെങ്കിൽ പറയാം. അവിടെ നിന്ന് ലൈറ്റ് നമ്മളിലേക്ക് വരുന്നത് ഒരു സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ടിൻ്റെ ഫോർമാറ്റിലാണ്. ഇവിടെ ഒരു ഇത് വരച്ചിട്ടുണ്ട്. നമ്മളിത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ടാണ് കിട്ടുക. ഇനി ഇതേ സോഴ്സ് തന്നെ, ഈ പോയിൻ്റ് സോഴ്സ് ആയാലും ലീനിയർ സോഴ്സ് ആയാലും അറ്റ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ, അങ്ങ് വിദൂരത്താണെങ്കിൽ, ആ വിദൂരത്തുനിന്ന് വരുന്ന, ഉദാഹരണം സൂര്യൻ എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഇൻഫിനിറ്റി ഉള്ള ഒരു സോഴ്സായിട്ട് പറയാം. അവിടെ നിന്ന് നമ്മളിലേക്ക് വരുന്ന ലൈറ്റ് അതിൻ്റെ വേവ് ഫ്രണ്ടിൻ്റെ ഷേപ്പ് പ്ലെയിൻ വേവ് ഫ്രണ്ട് ആണ് എന്നാണ് പറയുന്നത്. പ്ലെയിൻ വേവ് ഫ്രണ്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നുന്നു ഡിസ്റ്റൻസിനെ ആധാരമാക്കിക്കൊണ്ട് എനിക്ക് വേവ് ഫ്രണ്ട് 2ആയി തരംതിരിക്കാം എന്നാണ്. ഒന്നൊരു പോയിൻ്റ് സോഴ്സും അഥവാ ലീനിയർ സോഴ്സും നിയർ ബൈ ആണെങ്കിൽ അതിനെ ആധാരമാക്കിക്കൊണ്ട് സ്പെറിക്കൽ വേവ് ഫ്രണ്ടും സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ടും. സോഴ്സ് അറ്റ് ഇൻഫിനിറ്റി ആണെങ്കിൽ വേവ് ഫ്രണ്ടിൻ്റെ ഷേപ്പ് ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ടാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഒരു ശാന്തമായുള്ളൊരു കുളത്തിലേക്ക് കല്ല് വീണതിൻ്റെ ആനിമേഷനാണ് നിങ്ങൾ കാണിച്ചിരിക്കുന്നത്. അതുഫലമായി ഉണ്ടാകുന്ന റിപ്പിൾസാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സോഴ്സ് ഓഫ് ഡിസ്റ്റർബൻസ് അതിൻ്റെ സെൻറ്റർ പോയിൻറ്റിലാണ്. അങ്ങനെ ഒരു റിപ്പിൾസിലേക്ക് നമ്മളൊരു പേപ്പർ കഷ്ണം ഇട്ടാൽ, ഇവിടെ പേപ്പർ കഷ്ണം സൂചിപ്പിക്കുന്നത് ഞാൻ ഇവിടെയുള്ള റെഡാണ്. ഇത് താഴേക്കും മുകൾ ഭാഗത്തേക്കും കിടന്ന് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള ഒരേ ഫേസ് ഓഫ് വൈബ്രേഷനുള്ള പാർട്ടിക്കിൾസിൻ്റെ ഒരു ലോക്കസ് എടുക്കുക. അതിനാണ് നമ്മൾ വേവ് ഫ്രണ്ട് എന്ന് പേരിട്ട് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് വേവ് ഫ്രണ്ടാണ് ഞാനിനി നിങ്ങളുടെ മുന്നിൽ വരച്ച് കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു വേവ് ഫ്രണ്ടാണ്.
ഇത് രണ്ടാമത്തെ വേവ് ഫ്രണ്ടാണ്. ഇത് മൂന്നാമത്തെ വേവ് ഫ്രണ്ടാണ്. ഓരോ വേവ് ഫ്രണ്ടിനും ഇവിടെ വെള്ളത്തിലായതുകൊണ്ട് സർക്കുലാർ ഷേപ്പാണ് ഉള്ളത്. ഇനി നമുക്കറിയാം ഇതൊരു ലൈറ്റിൻ്റെ സോഴ്സ് ആണെങ്കിൽ 3 തരം വേവ് ഫ്രണ്ട് ഉണ്ട്. സ്പെറിക്കലുണ്ട്, സിലിണ്ടറിക്കലുണ്ട്, പ്ലെയിൻ വേവ് ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ ആദ്യം ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനായിട്ട് പോകുന്നത് ഒരു സ്പെറിക്കൽ വേവ് ഫ്രണ്ടാണ്. ഒരു വേവ് ഫ്രണ്ടിൽ നിന്ന് നമ്മൾ പെർപെൻഡിക്കുലർ വരയ്ക്കുന്ന ലൈനിനെ പറയുന്ന പേരാണ് അതിൻ്റെ റേ ഓഫ് ലൈറ്റ്. റേ ഓഫ് ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിലാണ് വേവ് ട്രാവൽ ചെയ്യുക. ഇവിടെ വലതുഭാഗത്ത് കാണുന്നത് ഒരു പോയിൻ്റ് സോഴ്സാണ്. സ്പെറിക്കൽ വേവ് ഫ്രണ്ട് പറയാൻ പോവാണ്. ഒരു സൗണ്ട് വേവോ ലൈറ്റ് വേവോ അതിന് എക്സാമ്പിളാണ്. നോക്കൂ, അതിൽ നിന്ന് പുറപ്പെടുന്ന വേവ് ഫ്രണ്ടിൻ്റെ ഷേപ്പ് സ്പെറിക്കൽ വേവ് ഫ്രണ്ടാണ്. അപ്പോൾ സ്പെറിക്കൽ വേവ് ഫ്രണ്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഇത് തന്നെ നമ്മുടെ സോഴ്സ് വളരെ ദൂരെയാണെങ്കിൽ അത് എന്തായി മാറും? അതൊരു പ്ലെയിൻ വേവ് ഫ്രണ്ടായിട്ട് മാറും. ഓരോ ഭാഗത്തു നിന്ന് ചെറിയ ഭാഗം കട്ട് ചെയ്തെടുക്കുകയാണ് ഞാൻ. നോക്കൂ, അതിനൊരു പ്ലെയിൻ ഷേപ്പല്ല ഉള്ളത്. ഇതാണ് പ്ലെയിൻ വേവ് ഫ്രണ്ട്. ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഹൈജീൻസിൻ്റെ പ്രിൻസിപ്പിളാണ്. ഹൈജീൻസിൻ്റെ പ്രിൻസിപ്പിൾ പ്രകാരം, അദ്ദേഹത്തിൻ്റെ തിയറി പ്രകാരം പറയുകയാണെങ്കിൽ, ലൈറ്റ് ഒരു സോഴ്സിൽ നിന്ന് പുറപ്പെട്ടു, കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവിടെ എത്തിപ്പെട്ടു. അവിടെയാണ് അതിൻ്റെ വേവ് ഫ്രണ്ട് ഫോം ചെയ്യുന്നത്. ആ വേവ് ഫ്രണ്ടിലെ ഓരോ പാർട്ടിക്കിളും ഒറിജിനൽ പോയിൻ്റ് സോഴ്സ് പോലെ ബിഹേവ് ചെയ്യത്രേ. എന്നിട്ട് ഒറിജിനൽ പോയിൻ്റ് സോഴ്സിൽ നിന്ന് എങ്ങനെയാണ് പ്രകാശം ഒഴുകി പരക്കുന്നത്, അതേപോലെ ഈ വേവ് ഫ്രണ്ടിലുള്ള ഓരോ പാർട്ടിക്കിളിൽ നിന്നും ലൈറ്റ് സെയിം വെലോസിറ്റിയിൽ തന്നെ യാത്ര ചെയ്യാൻ ആരംഭിക്കും. അപ്പോൾ ഹൈജീൻസ് കൺസിഡേർഡ് ലൈറ്റ് ആസ് എ മെക്കാനിക്കൽ വേവ് മൂവിങ് ഇൻ ഓൾ പെർവൈഡിങ് ഹൈപ്പത്തറ്റിക്കൽ മീഡിയം കോൾഡ് ഈതർ. രണ്ട് പ്രധാനപ്പെട്ട പോയിന്റ്, രണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഒന്ന് വായിച്ചു നോക്കാം. എവരി പോയിന്റ് ഓൺ എ പ്രൈമറി വേവ് ഫ്രണ്ട്. ആദ്യം ഫോം ചെയ്യുന്ന ഒരു പോയിന്റ് സോഴ്സിന് തൊട്ടടുത്ത് ഫോം ചെയ്യുന്ന ആദ്യത്തെ വേവ് ഫ്രണ്ടിനെ നമുക്ക് പേരിട്ട് വിളിക്കാം പ്രൈമറി വേവ് ഫ്രണ്ട് എന്ന്. അത് ആക്ട്സ് ആസ് എ സോഴ്സ് ഓഫ് സെക്കൻഡറി വേവ്ലെറ്റ്സ് എന്നാണ് പറയുന്നത്. വിച്ച് ട്രാവൽ ഫോർവേഡ് വിത്ത് സെയിം വെലോസിറ്റി ആസ് ദ ഒറിജിനൽ വേവ്. ഒറിജിനൽ വേവ് ട്രാവൽ ചെയ്യുന്ന സെയിം വെലോസിറ്റിയിൽ തന്നെ പ്രൈമറി വേവ് ഫ്രണ്ടിൽ നിന്നുള്ള വേവ് ഫ്രണ്ട് ട്രാവൽ ചെയ്യുമെന്നാണ് പറയുന്നത്. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ, ദ ന്യൂ വേവ് ഫ്രണ്ട് അറ്റ് എ ലേറ്റർ ടൈം ഈസ് ഒബ്റ്റൈൻഡ് ബൈ ടേക്കിംഗ് ദ ഫോർവേഡ് എൻവലപ്പ് ഓഫ് ദി സെക്കൻഡറി വേവ്ലെറ്റ്സ് അറ്റ് ദാറ്റ് ഇൻസ്റ്റൻറ്റ്. ഇവിടെ നോക്കും, ഇവിടെ ഞാനൊരു ഡയഗ്രാം വരച്ചിട്ടുണ്ട്. എ ബി എന്ന് പറയുന്നതാണ് ഇപ്പോഴത്തെ പ്രൈമറി വേവ് ഫ്രണ്ട് എന്ന് വിചാരിക്കും. ആ പ്രൈമറി വേവ് ഫ്രണ്ടിൽ നിന്ന് പുറപ്പെടുന്ന മുന്നോട്ട് പോകുന്ന അതുപോലെ പിന്നോട്ട് വരുന്ന റേസിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാനൊരു സെക്കൻഡറി ഇവിടെ ഞാനൊരു സെക്കൻഡറി വേവ് ഫ്രണ്ട് വരച്ചിട്ടുണ്ട്. ആ സെക്കൻഡറി വേവ് ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ് ഈ ഭാഗം ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. വേറൊരു പ്രൈമറി വേവ് ഫ്രണ്ടിനെ ആധാരമാക്കിക്കൊണ്ട് വരയ്ക്കുന്ന സെക്കൻഡറി വേവ് ഫ്രണ്ടാണ് ഈ വരച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള അതിൻ്റെ ഒരു പോയിൻ്റാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരുപാട് പോയിൻ്റുകളുടെ ഒരു കോമ്പിനേഷനാണ് അടുത്ത വേവ് ഫ്രണ്ട്. അപ്പോൾ പ്രൈമറി വേവ് ഫ്രണ്ടിൽ നിന്ന് ഒറിജിനൽ പോയിൻ്റ് സോഴ്സ് പോലെ തന്നെ പ്രകാശം പുറപ്പെടുകയും സെക്കൻഡറി വേവ്ലെറ്റുകൾ ഫോം ചെയ്യുകയും ചെയ്യും. ഇതാണ് ഈ ഡയഗ്രാം കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഹൈജീൻസിൻ്റെ വേവ് തിയറി ഉപയോഗിച്ചുകൊണ്ട് റിഫ്ലക്ഷൻ പറയാൻ പോവാണ്. റിഫ്ലക്ഷൻ മാത്രമല്ല, റിഫ്രാക്ഷൻ പറയും, ഇൻ്റർഫറൻസ് പറയും, പോളറൈസേഷൻ പറയും, ഡൈഫ്രാക്ഷൻ പറയും. അങ്ങനെ ലൈറ്റിൻ്റെ എല്ലാ കോംപ്ലിക്കേറ്റഡ് ഫിനോമിനാസും നമ്മൾ വേവ് തിയറി ഉപയോഗിച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പരിശ്രമിക്കുന്നു. ആദ്യം പറയാൻ പോകുന്നത് റിഫ്ലക്ഷനാണ്. നോക്കൂ, MN എന്ന് പറയുന്നത് ഒരു റിഫ്ലക്റ്റിംഗ് സർഫസാണ്. അവിടേക്ക് എ ബി എന്ന് പറയുന്ന ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട് വന്ന് വീഴുന്നു. പ്ലെയിൻ വേവ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ എന്താ പ്രത്യേകത? അത് എവിടെ നിന്ന് പുറപ്പെടുന്നതായിരിക്കും? ഇൻഫിനിറ്റിയിലാണ് അതിൻ്റെ സോഴ്സ്. അപ്പോൾ എയിലേക്ക് കൊണ്ടുവരുന്ന ഒരു റേയാണ് ഈ വരച്ചിരിക്കുന്നത്, ബിയിലേക്ക് വരുന്ന ഒരു റേയാണ് ഈ വരച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഇവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇനി വളരെ ശ്രദ്ധിച്ച് വായിക്കണം കേട്ടോ. ലെറ്റ് എ ബി ബി എ പ്ലെയിൻ വേവ് ഫ്രണ്ട് ഇൻസിഡൻറ്റ് ഓൺ എ റിഫ്ലക്റ്റിംഗ് സർഫസ് MN. ഓക്കെ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് I. V ഈസ് ദ വെലോസിറ്റി ഓഫ് ദ വേവ് ഇൻ ദ മീഡിയം. ആ മാധ്യമത്തിലേക്ക് പ്രകാശം കടന്നു വരുമ്പോൾ അതിന് സഞ്ചരിക്കാൻ പറ്റുന്ന വെലോസിറ്റി V ആണെന്ന്. ഇഫ് T ഈസ് ദ ടൈം ടേക്കൺ ബൈ ദ ഇൻസിഡൻറ്റ് വേവ് ഫ്രണ്ട് ടു അഡ്വാൻസ് ഫ്രം ദ പോയിൻറ്റ് B ടു C. ബിയിൽ നിന്ന് സിയിലേക്ക് പ്രകാശത്തിന് എത്താൻ വേണ്ട സമയം സ്മോൾ t ആണെന്ന് വിചാരിക്കാൻ. ദെർഫോർ BC എന്ന് പറയുന്ന ലെങ്ത് എങ്ങനെ കാണും? BC എന്ന് കാണെങ്കിൽ അവിടുത്തെ വെലോസിറ്റി ഇൻറ്റു ടൈം. വെലോസിറ്റി V ആണ്, ടൈം T ആണ്. അപ്പോൾ BC ഈസ് ഈക്വൽ ടു VT കിട്ടി. ഓക്കെ,
ഇനി ബിയിൽ നിന്ന് പ്രകാശം ബിയിലെത്തിയപ്പോൾ എയിലത്തെ പ്രകാശം എം എൻ എന്ന് പറയുന്ന റിഫ്ലക്റ്റിംഗ് സർഫസും ഒന്ന് വീണു. ശ്രദ്ധിക്കണത്. അപ്പോൾ ബിയിൽ നിന്ന് സിയിലേക്ക് പ്രകാശം താഴേക്ക് വന്നുകൊണ്ടിരിക്കണുള്ളൂ. പക്ഷേ എയിലത്തെ പ്രകാശം എന്ത് ചെയ്തു? അവിടെ വന്ന് വീണതിന് ശേഷം റിഫ്ലക്റ്റ് ചെയ്ത് മടങ്ങി പോകാൻ ആരംഭിച്ചു. അതാണ് ഞാൻ അവിടെ വരച്ചിരിക്കുന്നത്. ഞാനിവിടെ എൻ്റെ കൈ നീങ്ങുന്ന പോയിന്റ് ശ്രദ്ധിക്കണം. ഞാനിവിടെ ഈ പോയിന്റിലൂടെയാണ് റിഫ്ലക്റ്റ് ചെയ്ത് മടങ്ങി പോകുന്നത്. By the time the wavefront from the point B reach the point C, the secondary wavelet from the point A will grow into a sphere of radius. അപ്പോൾ എ ഇ എന്ന് പറയുന്നത് വി ടി ആണ്. കാരണം അത് ഒരേ മാധ്യമത്തിൽ ലൈറ്റിന് ഒരേ വെലോസിറ്റി ആയിരിക്കും. വെലോസിറ്റി വി ആണെന്ന് പറഞ്ഞു. അപ്പോൾ ബി സിയും എ ഇയും എ മുതൽ ഇ വരെ ഡിസ്റ്റൻസ് സെയിം ആണ്. അത് വി ടി ആണെന്ന് അർത്ഥം. ഇനി സി ദ ടാൻജൻറ്റ് ഡ്രോൺ ഫ്രം ദ പോയിന്റ് സി ടു ദി സ്പിയർ റെപ്രസെൻറ്റ്സ് എ റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ട്. ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം. സിയിൽ നിന്ന് ഇവിടേക്ക് വരയ്ക്കുന്ന ഒരു ലൈനാണ് ഞാനിവിടെ മഞ്ഞ ലൈനോട് സൂചിപ്പിക്കുന്നത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ എ ഇ എന്ന് പറയുന്നത് ഇവിടെ ഒരു സ്പെറിക്കൽ വേവ് ഫ്രണ്ട് ഫോം ചെയ്തു എന്നർത്ഥം. ഈ സ്പെറിക്കൽ വേവ് ഫ്രണ്ടിലേക്ക് വരയ്ക്കുന്ന ഒരു ടാൻജൻ്റ് ആണ് സി ഇ എന്ന് പറയുന്നത്. അപ്പോൾ സി ഇ എന്ന് പറയുന്നതാണ് റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ട്. സി ഇ എന്ന് പറയുന്നതാണ് റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, ദെർഫോർ ഇവിടെ എ ഇ സി കൊണ്ട് ബി സി സി കൊണ്ട് ബി ടി ആണെന്ന് ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞു. രണ്ട് ട്രയാങ്കിൾ പരിഗണിക്കുക. ഒന്ന് ഇ എ സിയും ഒന്ന് ബി സി എയും. മടങ്ങി വരാം. ഇ എ സി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിളും അതേപോലെ തന്നെ ബി എ സി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിളും. ഓക്കെ, രണ്ട് ട്രയാങ്കിളിൻ്റെ നമ്മൾ പറയാൻ പോകുന്ന കാര്യം, ഒന്ന് ആദ്യത്തെ ട്രയാങ്കിളിൻ്റെ ഇവിടുത്തെ ആംഗിൾ 90. ഇവിടെ ഞാനിവിടെ 90 ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് ആംഗിൾ എ ഇ സി ഈസ് ഈക്വൾ ടു ആംഗിൾ സി ബി എ ഈസ് ഈക്വൾ ടു 90. അതുപോലെ എ ഇ ഈസ് ഈക്വൾ ടു ബി സി, ആ ഡിസ്റ്റൻസ് വി ടി ആണ് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ട് ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിളും സൈഡും ഈക്വലാക്കി നമ്മൾ സ്ഥാപിച്ച് വെച്ചു. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആയിരിക്കും മാത്തമാറ്റിക്കലി. രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആണെങ്കിലേ അതിൻ്റെ രണ്ട് ആംഗിളുകളും ഈക്വൽ ആയിരിക്കും. ആംഗിൾ ഐയും ആറാണ്. അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വൽ ആയിരിക്കും എന്നർത്ഥം. ഇതല്ലേ റിഫ്ലക്ഷൻ്റെ സെക്കൻഡ് ലോ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അപ്പോൾ നമ്മൾ റിഫ്ലക്ഷൻ്റെ രണ്ടാമത്തെ ലോ പ്രൂവ് ചെയ്തു. ഒന്നാമത്തെ ലോ എന്തായിരുന്നു? ഇൻസിഡൻറ്റ് റേ, റിഫ്ലക്റ്റഡ് റേ ആൻഡ് നോർമൽ ബിലോങ്സ് ടു ദ സെയിം പ്ലെയിൻ. അതായിരുന്നു നമ്മുടെ ഒന്നാമത്തെ ലോ. നമ്മൾ ഈ ഡയഗ്രാം വരച്ചിരിക്കുന്നത്, ഞാൻ ഈ ഡയഗ്രാം വരച്ചിരിക്കുന്നത് മൊബൈൽ ഫോണിൻ്റെ സ്ക്രീനിലാണ്. മൊബൈൽ ഫോണിൻ്റെ സ്ക്രീൻ ഒരു പ്ലെയിൻ എക്സാമ്പിൾ അല്ലേ? അപ്പോൾ ഒന്നാമത്തെ ലോയും ഒബേ ചെയ്തു. അങ്ങനെ വേവ് തിയറി ഉപയോഗിച്ചുകൊണ്ട് റിഫ്ലക്ഷൻ നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി നമ്മൾ റിഫ്രാക്ഷനാണ് പറയാൻ പോകുന്നത്. റിഫ്രാക്ഷൻ നമ്മൾ രണ്ട് രീതിയിലാണ് പറയാൻ പോകുന്നത്. ഒന്ന്, ഡെൻസർ മാധ്യമത്തിലൂടെ കടക്കുമ്പോൾ ഉണ്ടാകുന്ന റിഫ്രാക്ഷൻ. രണ്ട്, ഡെൻസറിൽ നിന്ന് റയറിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന റിഫ്രാക്ഷൻ. രണ്ടും നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഒന്നാമത്തെ റിഫ്രാക്ഷൻ അറ്റ് ഡെൻസർ മീഡിയം. ഓക്കെ, ഇവിടെ നോക്കൂ. പി പി ഡാഷ് എന്ന് പറയുന്നത് രണ്ട് സർഫസുകൾ തമ്മിൽ വേർതിരിക്കുന്ന സർഫസ് ഓഫ് സെപ്പറേഷൻ ആണ്. മുകൾ ഭാഗത്ത് മീഡിയം 1, താഴെ മീഡിയം 2. മുകൾ ഭാഗത്ത് ലൈറ്റിൻ്റെ വെലോസിറ്റി V1 ആണ്, താഴെ ലൈറ്റിൻ്റെ വെലോസിറ്റി V2 ആണ്. കാരണം താഴെയുള്ള മാധ്യമമാണ് ഡെൻസർ മീഡിയം. അവിടെ വെലോസിറ്റി കുറവായിരിക്കും. V2 ലെസ് ദാൻ V1 ആയിരിക്കും. മുകൾ ഭാഗത്ത് വെലോസിറ്റി കൂടുതലായിരിക്കും. പതിവ് പോലെ എ ബി എന്ന് പറയുന്നത് ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട് ആണ്. അതിനെ കൊണ്ടുവരുന്ന റേ ഞാൻ അവിടെ വരച്ചിട്ടുണ്ട്. നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണം. ഇതാ ഇവിടെ കൊണ്ടുവരുന്ന റേയാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഇനി നമുക്ക് പതുക്കെ വായിച്ചു നോക്കാം. ലെറ്റ് പി പി ഡാഷ് ബി ദ പ്ലെയിൻ സർഫസ് സെപ്പറേറ്റിംഗ് ടു മീഡിയ V1 and V2 are the speed of light in medium 1 and medium 2. Okay. AB represents a plane wavefront advancing towards the surface PP dash. Let T be the time taken by the wavefront to travel from the distance BC. ബിയിൽ നിന്ന് സിയിലേക്ക് എത്താൻ വേണ്ട ടൈമാണ് ടി എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ ബി സി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എങ്ങനെ കാണാം? അവിടുത്തെ വെലോസിറ്റി V1 ഇൻറ്റു ടൈം. അപ്പോൾ V1 ടി ആണ് ബി സി എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. ഇനി ബിയിൽ നിന്ന് ലൈറ്റ് സി എന്നുള്ള പോയിന്റിൽ എത്തണ സമയം കൊണ്ട് എ എന്നുള്ള പോയിന്റിൽ ലൈറ്റ് റിഫ്രാക്ഷന് ശേഷം എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് കാണും? ബി സി എന്ന് പറയുന്ന സെയിം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് കാണുമോ? ഒരിക്കലുമില്ല. കാരണം രണ്ടാമത്തെ മാധ്യമത്തിലെ വെലോസിറ്റി കുറവാണ്. അപ്പോൾ ബി സി എന്ന് പറയുന്ന സെയിം ഡിസ്റ്റൻസ് എയിൽ നിന്ന് താഴേക്ക് റിഫ്രാക്ഷന് ശേഷം ട്രാവൽ ചെയ്ത് കാണില്ല. അപ്പോൾ ആ ഡിസ്റ്റൻസ് കുറവാണ്. അപ്പോൾ അത് കാണണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ വെലോസിറ്റി ഇൻറ്റു ടൈം കാണണം. അവിടുത്തെ വെലോസിറ്റി രണ്ടാമത്തെ മാധ്യമത്തിൽ V2 ആണ്, ടൈം സെയിം ടൈമാണ് ടി ആണ്.
ദെർഫോർ എ ഈസ് ഈക്വൽ ടു V2T ആണ് അവിടുത്തെ ഡിസ്റ്റൻസ്. ഓക്കെ, ഇനി നമ്മൾ രണ്ട് ട്രയാങ്കിൾ കണ്ടുപിടിക്കുന്നു. ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ എ ഇ സിയും. ട്രയാങ്കിൾ എ ബി സിയിൽ നിന്ന് സൈൻ ഐ കണ്ടുപിടിച്ചു. ട്രയാങ്കിൾ എ ഇ സിയിൽ നിന്ന് സൈൻ ആർ കണ്ടുപിടിച്ചു. സൈൻ ഐ ഈസ് ഈക്വൽ ടു V1T ഡിവൈഡഡ് ബൈ എ സിയും സൈൻ ആർ എന്ന് പറയുന്നത് V2T ഡിവൈഡഡ് ബൈ എ സി ആണ്. ആ രണ്ട് ഇക്വേഷൻ ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് V1/V2 എന്ന് കിട്ടി. സൈൻ ഐ ബൈ സൈൻ ആർ ഈസ് ഈക്വൽ ടു V1/V2 എന്ന് കിട്ടി. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് ഞാൻ സൂചിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N ഈസ് ഈക്വൽ ടു C/V ആണ്. ഇവിടെ N1 ഈസ് ഈക്വൽ ടു C/V1 ആൻഡ് N2 ഈസ് ഈക്വൽ ടു C/V2. ആ രണ്ട് ഇക്വേഷൻ ഡിവൈഡ് ചെയ്തു. അപ്പോൾ N2/N1 കണ്ടുപിടിച്ചു. നമുക്ക് V1/V2 കിട്ടി. അതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് ഞാൻ സൂചിപ്പിച്ച് വയ്ക്കുന്നു. ഇക്വേഷൻ നമ്പർ 1ൽ നിന്നും ഇക്വേഷൻ നമ്പർ 1ൻ്റെ വലത് ഭാഗം V1/V2 ആണ്. ഇക്വേഷൻ നമ്പർ 2ൻ്റെയും വലത് ഭാഗം V1/V2 ആണ്. അവ രണ്ടും കമ്പയർ ചെയ്തു. ദെർഫോർ സൈൻ ഐ ബൈ സൈൻ ആർ ഈസ് ഈക്വൽ ടു N2/N1. ഇതല്ലേ സ്നെൽസ് ലോ എന്ന് പറയുന്നത്. ഇതാണ് സ്നെൽസ് ലോ. അപ്പോൾ റിഫ്രാക്ഷൻ്റെ രണ്ടാമത്തെ ലോ കിട്ടി. ഒന്നാമത്തെ ലോ ഏതായിരുന്നു? ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് റേ, റിഫ്രാക്റ്റഡ് റേ ആൻഡ് നോർമൽ ബിലോങ്സ് ടു ദ സെയിം പ്ലെയിൻ. അത് ഒരേ പ്ലെയിനിലാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ലോയും രണ്ടാമത്തെ ലോയും നമ്മൾ പ്രൂവ് ചെയ്തു. അങ്ങനെയാണ് നമുക്ക് റിഫ്രാക്ഷൻ നമ്മൾ വേവ് തിയറി ഉപയോഗിച്ചുകൊണ്ട് പ്രൂവ് ചെയ്തത്. ഇനി ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. ഒരു മാധ്യമത്തിൽ നിന്ന് വേറൊരു മാധ്യമത്തിലേക്ക് ലൈറ്റ് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ വേവ് ലെങ്ത്തിൽ മാറ്റം സംഭവിക്കാം, വെലോസിറ്റിയിൽ മാറ്റം സംഭവിക്കാം, പക്ഷേ അതിൻ്റെ ഫ്രീക്വൻസിയിൽ ഒരിക്കലും മാറ്റം സംഭവിക്കില്ല എന്നാണ് പറയുന്നത്. അതാണ് താഴെയുള്ള ഇക്വേഷൻസ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി റിഫ്രാക്ഷൻ അറ്റ് എ റെയർ മീഡിയം. ഇത്തവണ നേരത്തെ നമ്മൾ കണ്ടത് റിഫ്രാക്ഷൻ ടേക്സ് പ്ലേസ് ഫ്രം റയറർ ടു ഡെൻസർ മീഡിയ ആയിരുന്നു. ഇപ്പോൾ പറയാൻ പോകുന്നത് ഡെൻസർ ടു റയറർ മീഡിയ ആണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്ന കാര്യം നോക്കൂ. N2/N1 നമ്മൾ നേരത്തെ കണ്ടപ്പോൾ തന്നെ N2/N1 ഈസ് ഈക്വൽ ടു V1/V2 ഈസ് ഈക്വൽ ടു λ1/λ2. ഈ കേസിൽ N2ൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒന്നാമത്തെ ഏതാ? ലെസ് ദാൻ N1 ആണ്. ഡെൻസർ ടു റയറർ മീഡിയ ആണ് ഇവിടെ സംഭവിക്കുന്നത്. That means when a wave gets refracted into a rarer medium, the wavelength and velocity of propagation increases. അപ്പോൾ ഡെൻസർ മാധ്യമത്തിൽ നിന്ന് റയർ മാധ്യമത്തിലേക്ക് ലൈറ്റ് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ വേവ് ലെങ്ത് കൂടും, അതുപോലെ വെലോസിറ്റിയും കൂടും. ഇതാണ് ഇവിടെ പറയാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വേവ് ഓപ്റ്റിക്സിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ പറയാൻ